കലയ്ക്കന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോണിൽ നിന്ന് എപ്പോഴെങ്കിലും കോളുകൾ വന്നതായി ഓർക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ? പിന്നെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അവളെ 2 പ്രാവശ്യം എൻ്റെ വൈഫിനെ അവൾ 2 പ്രാവശ്യം എൻ്റെ വൈഫിനെ വിളിച്ചതെന്ന് പറഞ്ഞതാണ്. എൻ്റെ വൈഫ് പറഞ്ഞതാണ്. അപ്പം നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വൈഫിനോട് പറഞ്ഞത് അവൾ പാലക്കാട്ടാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ഫോണാണോ അതിന് വേറെ ഫോണിൽ കൂടാണോ വിളിച്ചത്, ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചതാണോ ഇവർ എന്ന് നമുക്കറിയാൻ മേല. ചിലപ്പോൾ ഇവിടെ പ്രായത്തിലുള്ള ആരെങ്കിലും കൊണ്ട് സ്ത്രീകളെ കൊണ്ട് വിളിപ്പിച്ചതായിരിക്കാം ഇവർ. അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാനും ഇന്നടത്തുണ്ടെന്ന് പറയാനും. പാലക്കാട്ടൊന്നും അവൾ പോയിട്ടില്ലായിരുന്നു. പോലീസിന്റെ അന്വേഷണം നല്ല രീതിയിലാണ് അന്വേഷിക്കുന്നത്. അതായത് മൊബൈൽ ഫോണിൽ നിന്നൊരു കോൾ വന്നത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേറെ ആരോ ആണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പാലക്കാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനൊക്കത്തില്ല. പോലീസ് ഉദ്യോഗസ്ഥർ എറണാകുളത്ത് പോയി അന്വേഷിച്ചു. അവൾ ജോലി ചെയ്ത കടയിലും അന്വേഷിച്ചപ്പോൾ അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ സ്വന്തം ഭർത്താവ് വന്നു വിളിച്ചപ്പോഴത്തേക്ക് അവൾ പോയി. ആ നമ്പറിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് ഫോൺ ചെയ്തിട്ടുണ്ടോ? തിരിച്ച് എൻ്റെ വൈഫ് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടോ? സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് മറുപടി? മറുതലക്കിൽ നിന്ന് എന്തായിരുന്നു മറുപടി? സ്വിച്ച് ഓഫാ ഫോൺ സ്വിച്ച് ഓഫാ. പിന്നീട് ഒരു രീതിയിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല? പിന്നീട് ഒരു രീതിയിലും ബന്ധപ്പെടാനോ ഒന്ന് കാണാനോ ഒരു രീതിയിലും പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ നിലവിൽ ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? തീർച്ചയായിട്ടും പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്. കാരണം എൻ്റെ വിശ്വാസം എനിക്ക് അവരേ ഉള്ളൂ, പോലീസ് ഉദ്യോഗസ്ഥരേ ഉള്ളൂ. അവരതെല്ലാം ക്ലിയറായിട്ടത് ആ തെളിവുകൾ മുഴുവനും കണ്ടെത്തി ഈ മുഖംമൂടി അവർ പൊളിക്കും. ഇത് സത്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നാണ് കലയുടെ സഹോദരൻ അനിൽകുമാർ പറയുന്നത്. ഒപ്പം ചില സംശയങ്ങളും ഇക്കാര്യത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നു. ഇനി ഏതായാലും ഈ കേസന്വേഷണത്തിന്റെ അതിന്റെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത് ഈ ശേഖരിച്ചിട്ടുള്ള മനുഷ്യ ശരീരാവശിഷ്ടത്തിന് തുല്യമായിട്ടുള്ള വസ്തുക്കൾ അത് മനുഷ്യ ശരീരാവശിഷ്ടം തന്നെയാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.